ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പനയിൽ PSC ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 4 നിലകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. അമ്പലക്കവലയിൽ 20 സെന്റിൽ 7.5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. തൊട്ടടുത്ത ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാന നിർമ്മാണം പൂർത്തിയായി. ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നഗരവികസനത്തിന് കുതിപ്പാകും. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയിൽ PSC ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. PSC ജില്ലാ ആസ്ഥാന മന്ദിരം വരുന്നതോടെ അമ്പലക്കവലയിലെ വ്യാപാര മേഖലയ്ക്കും ഉണർവാകും. 200 പേരെ ഒരേ സമയം പരീക്ഷയ്ക്കിരുത്താൻ കഴിയുന്ന സൌകര്യങ്ങളുള്ള ഓൺലൈൻ പരീക്ഷാ ഹാൾ, അതിഥിമുറി, അഭിമുഖ ഹാൾ, റിക്രൂട്ട്മെന്റ് വിംഗ്, സർവീസ് വെരിഫിക്കേഷൻ വിംഗ്, പരീക്ഷാ വിഭാഗം, ശൌചാലയ സമുച്ചയം, ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയ PSC ഓഫീസിലുണ്ടാകും. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അമ്പലക്കവലയിൽ ഇപ്പോൾ ജില്ലാ PSC ഓഫീസ് 5 നില കെട്ടിടം പൂർത്തീകരിച്ചു വരികയാണ്. 5ാമത്തെ നില ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ഫിനിഷിംഗ് വർക്ക് കൂടെ കഴിഞ്ഞാൽ, വയറിങ്ങും പ്ലംബിങ്ങും ഫ്ലോറിന്റെ വർക്കും കൂടെ കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും. ഇത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എംപ്ലോയബിലിറ്റി സെന്ററാണ്. 2 ജില്ലകളുടെ എംപ്ലോയബിലിറ്റി സെന്ററാണ്. അത് ഏതാണ്ട് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ടൈൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ അമ്പലക്കവലയിൽ ഫയർ സ്റ്റേഷനിലുള്ള പണം അനുവദിക്കപ്പെട്ട് ബഡ്ജറ്റ് അതിന്റെ പ്ലാൻ അപ്രൂവ് ആയിട്ടുണ്ട്. ഇനിയും അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചാൽ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉടൻ തന്നെ നടത്താൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ വികസന പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തുന്നത്. കട്ടപ്പനയിൽ നമുക്കറിയാം, എല്ലാ റോഡുകളും, ഒട്ടുമുക്കാലും റോഡുകൾ, റിംഗ് റോഡുകൾ എല്ലാം ഇപ്പം ടെൻഡർ പൂർത്തീകരിച്ച് അതിന്റെ എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ പണികൾ തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഈ കട്ടപ്പന മേഖലയിലും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ റോഡിന്റെ വികസനം, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, സ്കൂള്, ആശുപത്രികൾ, സർക്കാർ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണത്തിൽ, അതിന്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ജില്ലാ PSC ഓഫീസ് ഇവിടെ വരുന്നതോടുകൂടി ഈ പ്രദേശത്തൊക്കെ വലിയ ഒരു വികസനം ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. ഇതും ഒത്തിരിയധികം ആളുകൾ വരുന്ന ഒരു സ്ഥാപനമാണ് ഈ എംപ്ലോയബിലിറ്റി സെന്റർ. അതായത് സ്വകാര്യ മേഖലയിൽ ഇവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട്, ഇവിടെ ഇതിനകത്ത് തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കും. ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണിത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലുകളാണ് ഉദ്യോഗാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. ഇതിനായി നഗരസഭ സൌജന്യമായി സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു. 2024 ബഡ്ജറ്റിലാണ് പുതിയ കെട്ടിടം പ്രഖ്യാപിച്ചത്. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് ഭരണാനുമതിയും ഫണ്ടും ലഭ്യമാക്കി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്